നമ്മളെല്ലാവരും കണ്ടിട്ട് കുറച്ച് നാളായി. ക്യാമ്പിങ്ങിനൊന്നും പോകാൻ സമയം കിട്ടിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ചെറിയൊരു ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. വൈകുന്നേരത്തോട്ട് കഴിക്കാനായിട്ട് നമ്മൾ ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറ് കഴിച്ചില്ലേ അത്ര ഉറക്കം വരത്തില്ല. നല്ല കുറച്ചധികം ചോറ്, നല്ല കട്ടിയാഹാരം നല്ല രീതിയിൽ അങ്ങ് കഴിക്കുകയാണെങ്കിൽ സുഖമായിട്ട് വയറ് നിറയുമ്പോഴേക്കും സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല കിഴങ്ങ് ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. നല്ല ചിക്കൻ സ്റ്റോക്കൊക്കെ ഇട്ട് അങ്ങ് സെറ്റപ്പാക്കി എടുത്തതാണ്. നല്ല അടിപൊളി സംഭവമാണ്. നമുക്ക് ചോറൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നമുക്ക് രാവിലെ ഒരു കട്ടനോടിയും പാസ്സാക്കിയിട്ട് തിരിച്ചു പോകാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ക്യാമ്പിങ് ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു കഥപ്പുണ്ട്. ഇപ്പം സമയം കുറച്ച് താമസിച്ചു. ഞാനൊന്ന് പെട്ടെന്ന് കയറാൻ വേണ്ടി നോക്കിയതാണ്. വണ്ടി അങ്ങ് താഴെ വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ചും കൂടി മുകളിലോട്ട് കയറി പോകാനുണ്ട്. സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ സൂര്യൻ അസ്തമിക്കും. ഒരു കുറച്ച് വെളിയിൽ കാണുന്നുള്ളൂ. നമ്മൾ വരാൻ കുറച്ച് താമസിച്ചു. റോഡൊക്കെ മോശമായി കിടക്കുമായിരുന്നു. വണ്ടി അങ്ങ് താഴെയുണ്ട്. ഇതിലേയാണ് നമ്മൾ കയറി വരുന്നത്. മൊത്തം കാട് പിടിച്ചു പോയി. ഇവിടെയൊക്കെ കാട് പിടിച്ച് പോയി. ഇതൊക്കെ ഇന്ന് പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല ലെവലായിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെയായിട്ട് സംഭവം സെറ്റ് ചെയ്യാം. അടിപൊളി. പന്നിയുണ്ട്. പന്നീനെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുണ്ടോ വളമിട്ടതെല്ലാം കുത്തി ഇളക്കി വെച്ചിരിക്കുന്നത്. ഇത് വേറെ സ്ഥിരം പരിപാടിയാണ്. നല്ല കൊതുകുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ചുറ്റും കൊതുക് ഇഷ്ടംപോലെ പറന്ന് കളിക്കുന്നുണ്ട്. ഇത് ഏകദേശം റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ കൊതുക്. ഇപ്പം മഴ മാറി നിൽക്കുന്ന സമയമല്ലേ, അതുകൊണ്ട് കൊതുക് ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. മുകളിലോട്ടൊക്കെ ഒരുപാട് കാടായി പോയി. പണ്ട് വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞു കിടന്ന സ്ഥലമായിരുന്നു. ടെൻ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഇരുട്ടായിട്ട് വരുന്നുണ്ട്. പന്നി വരാതിരിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഒരു കമ്പയിൽ പ്ലാസ്റ്റിക് കവറ്, തുണി, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കിടന്ന ഒരു ചാക്ക്, ഇതൊക്കെ എടുത്തിട്ടൊന്ന് പൊക്കത്തിലൊന്ന് വെച്ചാൽ മതി. ഇങ്ങനെ ഈ രീതിയിലൊന്ന് പൊക്കി വെച്ചാൽ മതി. പന്നിയൊന്നും വരത്തില്ല. മുകളിൽ മരത്തിൻ്റെ മുകളിൽ മയിലിരിപ്പുണ്ട്. അതിങ്ങനെ രാത്രി എല്ലാം കരഞ്ഞുകൊണ്ടിരിക്കും. നല്ല കൊതുക് ശല്യമാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്യും. നല്ല റെഡ് കളറായിട്ട് സൂര്യാസ്തമയൊക്കെ ആയി നല്ല ഇരുട്ടായി വരുന്നു. കിളികളൊക്കെ ചേക്കേറുന്ന സൗണ്ടുകളൊക്കെയാണ് കേൾക്കുന്നത്. മാക്രി, ചീവിട് ഇതൊക്കെ കഴിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഇരുട്ടാകട്ടെ, എന്നിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാം. മഴയാണേലും മഴയൊക്കെ മാറിയപ്പോഴേക്കും നല്ല ചൂടാണ്. നല്ല ഉഷ്ണിക്കുന്ന കാലാവസ്ഥയാണ്.
ക്യാമ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ട് 1 മാസമായി. ഓണത്തിന് ശേഷം ഇറങ്ങാൻ പറ്റിയില്ല, നല്ല സമയമൊന്നും കിട്ടിയില്ല, കുറച്ച് തിരക്കായി പോയി. കല്ലും കരികിലയാ, ചില കല്ലുകൾ മുളച്ച് നിൽക്കും. നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്, അതിപ്പോൾ തന്നെ റെഡിയാകും. ഒരു 5 മിനിറ്റ് മതി ചോറ് റെഡിയാകാൻ വേണ്ടി. കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഇരുന്നാൽ മതി. മഴയൊന്നും പെയ്യുന്നില്ലല്ലോ. ഇതിങ്ങനെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി അവർ ആ സൈഡിൽ കൂടെ ചാക്കൊക്കെ ഇട്ടിട്ട് കണ്ടോ, ലൈനായിട്ട് മുകളിൽ നിന്ന് നല്ല വെള്ളം ഒഴുകി വരുന്നതാണ്. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾക്ക് അധികം പുറത്തുകൂടെ ഒന്നും നടക്കണ്ട. വഴിയെ പോകുന്നത് നമ്മൾ ഏണി വെച്ച് കയറി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പന്നീനൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്ത പോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ സംഭവങ്ങളോ എടുത്ത് ടെൻറ്റിൻ്റെ അടുത്ത് വയ്ക്കുക. ടെൻറ്റിനകത്തോട്ടൊന്നും വരത്തേ ഇല്ല അത്. നമ്മളതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ക്യാമ്പിങ്ങൊക്കെ ചെയ്യുന്നവർ കുക്കിങ്ങൊന്നും അറിയത്തില്ലെങ്കിൽ കൂടി നല്ല ഫ്രഷായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെയാണ്. വീഡിയോസുകളൊക്കെ കാണുക. ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല ചൂടോടെ നല്ല ഫ്രഷായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ഒരു ഫീലായിരിക്കും. ചോറ് കുറച്ചും കൂടി വേകാനുണ്ട്. ഇതിനകത്ത് ഇതുണ്ട്, SOS ഉണ്ട്. ഈ സംഭവം ഫ്ലാഷർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പന്നി അഥവാ പന്നി, ആന ഇതൊക്കെ വരുമ്പോൾ ഇതിട്ട് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ അവന്മാർ ഓടിക്കോളും. അങ്ങ് ദൂരെ വീടുകളൊക്കെ ഉണ്ട് താഴ്ഭാഗത്ത്. കണ്ടോ, നല്ല ഇടിമിന്നൽ വരുന്നുണ്ട്. നല്ല കാറ്റും മഴയും വന്നാൽ ചിലപ്പോൾ പണി കിട്ടും. നമ്മൾ കറി എന്തായി നോക്കാം. ഈ സംഭവം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാവും. പിന്നെ നമ്മൾ സ്പൈസസ് ഒന്നും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. 5 രൂപയാണ് ഇതിൻ്റെ വില. ഒരു പാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാത്തിലും ചേർക്കാം. ഇതിനകത്ത് ലോകത്തുള്ള എല്ലാ സ്പൈസസും പൊടിച്ച് ചേർത്ത ഒരു സംഭവമാണ്. ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം വെടിക്കെട്ടാവും. ആ ചിക്കൻ സ്റ്റോക്ക് ഇടുമ്പം കണ്ടോ, അതിൻ്റെ ഗ്രേവി തന്നെ അങ്ങ് മാറി. നല്ല ചിക്കൻ്റെ അതേ സ്മെല്ലും വരും. സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. അടിപൊളിയാവട്ടെ. കാട്ടി കിടക്കുന്ന മൃഗങ്ങളൊക്കെ ഷെയറും ചോദിച്ചു വരും മിക്കവാറും. നല്ല അടിപൊളി സംഭവം. ഇനി ഒരു ദിവസം ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പം ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി സംഭവമായിരിക്കും. പ്രാണിയുണ്ട്, പൊടിയുണ്ട്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങലും കയറുള്ള കാരണം
സൂപ്പർ. ഓ, നല്ല ചൂടാണല്ലോ. പൊളി സാധനം. ചുമ്മാ പറയുന്നല്ല, നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ മിക്കപ്പോഴും സ്പൂൺ ഉപയോഗിച്ചാണ് കഴിക്കുന്നത്. കൈയും കഴുകണ്ട, വെള്ളവും ലാഭിക്കാം. കൈ കഴുകണം. കൈ കഴുകണമെങ്കിൽ പിന്നെ സോപ്പൊക്കെ ഇട്ട് കഴുകേണ്ടതായിട്ട് വരും. ഇതാകുമ്പം പ്ലേറ്റ് എല്ലാം ഈ രീതിയിൽ വാഷ് ചെയ്യുന്നൊന്നുമില്ല. പ്ലേറ്റ് ഒന്നും വാഷ് ചെയ്ത് ഇതിൻ്റെ ടെൻറ്റിൻ്റെ ചുറ്റുമൊന്നും ഒഴിക്കരുത്. എല്ലാം ഇങ്ങനെ തന്നെ പാക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം എവിടെയാണോ നമുക്ക് സ്ഥലവും സൗകര്യമൊക്കെ കിട്ടുന്നത് അവിടെ പോയിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അടിപൊളി ഇരുട്ടാണ്. നമുക്ക് നോക്കാം ഇനി വല്ല പുലിയോ. പുലിയൊന്നും വരുന്നില്ല കേട്ടോ. ചുമ്മാ പുലി വരുന്നു, ആന വരുന്നു എന്നൊക്കെ പറയും. ഒരു ദിവസം മിക്കവാറും അത് വന്ന് മേഞ്ഞിട്ട് പോവുകയും ചെയ്യും. പുലി വരുന്നതെന്ന് ഒരു ദിവസം പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം അത് വരികയും ചെയ്യും. ചുമ്മാ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കെണിയുണ്ടല്ലോ. നിങ്ങൾ മാറ്റ് ഉപയോഗിക്കണം. മാറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും. പ്രത്യേകിച്ച് നനവുള്ള സ്ഥലത്ത്, മണ്ണ് നനവുണ്ടെങ്കിൽ മാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിലത്തിടണം. അല്ലാതെ നനവുള്ള സ്ഥലത്ത് പോയിട്ട് ചുമ്മാ പ്ലാസ്റ്റിക്കും വിരിച്ച് അതിൻ്റെ മുകളിൽ കിടക്കാൻ പാടില്ല. ഒരിക്കലും താഴെയുള്ള ടെമ്പറേച്ചർ നമ്മളെ മുകളിലോട്ട് കയറി വരാൻ പാടില്ല. പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അവരവരുടെ ആരോഗ്യം കൂടി നോക്കണ്ടേ. വാ, പവർ കട്ടോ. നമുക്ക് ചെറിയൊരു ലൂസ് കണക്ഷൻ ഉണ്ട്, അതാണ്. കുറച്ച് തണുത്ത കാറ്റ് കയറട്ടെ. താഴ്ഭാഗത്ത് എവിടെയാണ് മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഈ മാസം കഴിഞ്ഞ് ഒരു നവംബർ തൊട്ടങ്ങ് നല്ല സുഖമാണ്. നവംബർ, ഡിസംബർ, ജനുവരി വരെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ്. എന്തായാലും രാത്രിയാകുമ്പോൾ നല്ല തണുപ്പുണ്ട്. അടിപൊളി. ഒരു കല്ല്, ചില ഭാഗങ്ങളിൽ കല്ല് കയറും. അപ്പോൾ ഇനി നമുക്ക് ഉറങ്ങിയേക്കാം. നമുക്ക് നാളെ രാവിലെ കാണാം എല്ലാവർക്കും. സമയം 6 മണി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട്.
രാവിലെ രാവിലെ ഓരോ കട്ടണം വെച്ചടിക്കുക. രാത്രി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പന്നി വന്നോ ആവോ, ഞാൻ നല്ലപോലെ അങ്ങ് ഉറങ്ങിപ്പോയി. പന്നി വന്നാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതതിൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോളും. പിന്നെ പുലി വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം പുലി വന്ന് നമുക്ക് പണി കിട്ടുകയും ചെയ്യും. പുലിയൊന്നും ഇറങ്ങത്തില്ല. പുലി ഇറങ്ങുന്ന കാടുകളുടെ ഈ റെയിൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് പുലികളൊന്നും കാണത്തില്ല. പുലിയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം ഒരു 10-20 കിലോമീറ്റർ കാടിൻ്റെ അടുത്ത് നിന്ന് മാറിയിരുന്നാൽ മതി. അതിൽ കൂടുതലൊന്നും അത് കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരത്തൊന്നുമില്ല. അപ്പോൾ കുറച്ചും കൂടി കാപ്പിയുണ്ട്. നല്ല ചൂടാണ്. ഇത് അടിച്ച് തീർത്തിട്ട് നമ്മൾക്ക് എല്ലാം പാക്ക് ചെയ്യണം. ഏകദേശം ഒരു അരമണിക്കൂറാവും ടെൻറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ പോയേക്കാണ്. ഇന്നിഞ്ഞ് വേറെ പരിപാടികളൊന്നുമില്ല. രാവിലെ മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോഴും നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.